നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് അന്തിമ വിധി വരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോടതിയാണ് ആ തീയതി തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 8-നാണ് നടിയെ ആക്രമിച്ച കേസിൽ കോടതി അന്തിമ വിധി പറയാൻ പോകുന്നത്. വർഷങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾ അതെല്ലാം പൂർത്തിയായിരുന്നു. അതിനുശേഷം ഇന്ന് വിധി പറയുന്ന തീയതി അറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ തീയതി ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നു. ഡിസംബർ 8-ന് നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ അന്തിമ വിധി. അനുജ, ഇന്ത്യയിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസ്, ആ കേസിന്റെ അന്തിമ വിധി എന്നായിരിക്കും എന്നുള്ള ദിവസം ഇപ്പോൾ ഇതാ പറഞ്ഞിരിക്കുകയാണ് കോടതി. അത് ഡിസംബർ 8-ന് ഇപ്പോൾ അത് പറയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലെ ജഡ്ജി ഹണി എം വർഗീസ് ആണ് ഇപ്പോൾ വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാവുന്നിടത്തോളം ഏകദേശം ഒരു 1700ഓളം പേജ് വരുന്ന ഒരു വിധി പ്രസ്താവം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം 7.5 വർഷത്തോളം നീണ്ടുനിന്ന വലിയൊരു വിചാരണ കാലയളവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു വിചാരണ കാലയളവിൽ തന്നെ നാടകീയമായ സംഭവങ്ങൾ, അതിന്റെ സംഭവ ബഹുലമായിട്ടുള്ള ഒരുപാട് നാടകീയത ഒക്കെ നമ്മൾ കണ്ടതാണ്. പലതവണ ഇത് സുപ്രീം കോടതിയിൽ വരെ എത്തിയിട്ടുള്ള ഒരു കോടതി വ്യവഹാരങ്ങൾ, അതിന്റെ നിയമവ്യവഹാരങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ വരെ എത്തിയതാണ്. ഇപ്പോൾ അടുത്തുപോലും മാസങ്ങൾക്ക് മുൻപ് ഇതൊരു CBI അന്വേഷണം ഇതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് വീണ്ടും കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ അന്തിമ വിധിയുടെ സമയമായിട്ടുണ്ടല്ലോ എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഒരു നിരീക്ഷണം വരികയും പിന്നീട് ഹൈക്കോടതി ഇതിലെ ഒരു CBI അന്വേഷണം തള്ളുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ 1-ാം പ്രതി പൾസർ സുനിയിൽ മാത്രമായിരുന്നു നിന്നിരുന്നത്. പിന്നീട് പൾസർ സുനിയെ സഹായിച്ച ആളുകൾ എന്നുള്ളതിലേക്കായിരുന്നു. അവർ തന്നെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരിക്കുന്നത്. അതിനു പുറമെ മറ്റാരൊക്കെ എന്നുള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തെളിയുകയും പിന്നീട് ജൂലൈ മാസത്തോടുകൂടി ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്.